കാലൊന്നും അത് ഇളക്കാൻ പാടില്ലാത്ത സമയാ. പിന്നെ ഭർത്താവിന്റെ കൂടെ എപ്പോഴും. അത് മാത്രം പറയണ്ട, എനിക്കങ്ങനെ ആരുടെയും സമീപത്തിന്റെ ആവശ്യമില്ല. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, മനസ്സുകൊണ്ട് ചേരാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്ന് പതുക്കെ പറയൂ. ഈ പെണ്ണ് ഇതിപ്പോ വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ആയി. ആവും, ചെലപ്പോ പാണ്ടാവും. അവളാണെ വലിയ വാശിയില്ല, അടുക്കുന്നതേ ഇല്ല. അവനും ഇപ്പൊ വാശിയില്ല. എല്ലാം ഞാൻ വിചാരിച്ച മട്ടില് വന്നോണ്ടിരുന്നതാ. ഇവിടെ എന്റെ കണക്കൂട്ടില് പഴിച്ചു. അല്ലെങ്കിലും ഉമ്മ പണ്ടേ കണക്കിൽ അല്പം പുറകോട്ടാ. ചെക്കനെയും പെണ്ണെയും യോജിപ്പിച്ചിലേക്ക് ആകെ കുഴയും. അതിനിപ്പോ എന്താ ഒരു മാർഗം? കുഴയാനാണെങ്കിൽ പ്രത്യേകിച്ച് മാർഗമൊന്നും ആലോചിക്കണ്ട, താനേ കുഴഞ്ഞോളൂ. കുഴയാനല്ല, കൂട്ടിച്ചേർക്കാൻ എന്താ മാർഗം എന്നാ ചോദിച്ചേ. അത് എനിക്കറിയാൻ പാടില്ല. ഓട്ടക്കാനാണെങ്കിൽ 100 വഴി ഞാൻ പറഞ്ഞുതരാം. കൂട്ടിച്ചേർക്കാൻ വലിയ ഇടങ്ങേറാ. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ? അവളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് നിങ്ങളാ. ആരെ ഈ പെട്ടി തുറന്നെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയത്? ഞാനല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അല്ല നരേന്ദ്ര, ഉടനെ തന്നെ പോണോ? ഒരു 2-3 ദിവസം കൂടി. സാധ്യമല്ല, സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. നരേന്ദ്ര, ഇത് വലിയ ശല്യമല്ലത്. എസ്റ്റേറ്റിൽ 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുമ്പോഴാ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ വിട്ടുപോയില്ലേ? നീ ഉടനെ എസ്റ്റേറ്റിൽ പോണം. ചില അത്യാവശ്യ ഫയലുകളൊക്കെ എടുത്തോണ്ട് വരണം. അളിയാ, ഇപ്പൊ എന്താ പടയെന്നൊരു ശബ്ദം കേട്ടത്? അതെ, ഈ ഓർമ്മയ്ക്ക എന്ന് കേട്ടിട്ടുണ്ടോ? എന്തുകാ? ഓർമ്മയ്ക്ക. ഓർമ്മയ്ക്ക? അത് വീണ ശബ്ദമാ. നീ ഇപ്പൊ തന്നെ പുറപ്പെട്ടോ. ഏതൊക്കെ ഫയലുകളാ വേണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അല്ല, കാവിഴുന്നതിന് ഫയൽ എന്തിനാ? അതെ, പല കാര്യങ്ങളും ഉണ്ട് എനിക്കിവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. മനസ്സിലായോടാ പന്ന പരട്ട പന്നി മേല നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കണ്ടതിന്റെ സ്വഭാവം മാറും. പുലിവാലായല്ലോ. കൂടുതൽ പുലിവാലാകുന്നതിനും ഇറങ്ങി പോടാ. അല്ലെ ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി പോവും. ഇറങ്ങി പോവാ. ഇവനെ ഞാൻ ഇപ്പൊ പറഞ്ഞു വിട്ടേക്കാം കേട്ടോ. പോരാ അവിടെ ഇങ്ങോട്ട് വരാനോട്ടെ കഴുതേ. ഗോപു, അവൻ പുറപ്പെട്ടു. ഹലോ, എവിടെ? അവിടെ. എന്താ? എനിക്കറിയാം നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞു കാണുകയില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടിങ് വന്നത്. എന്താ പ്രശ്നം? തന്റെ അനിയൻ ഗോപുവിന്റെ കല്യാണമാണ്. അതിനുവേണ്ടി അവൻ ഗോപുവിനെ എസ്റ്റേറ്റിലേക്ക് അയച്ചത്. 3 കിളവന്മാരും കൂടി ആ പയ്യന്റെ മനസ്സ് മാറ്റി. ഏതാ പെണ്ണ്? അവള് തന്നെ, അവന്റെ വെപ്പാട്ടി. ഗോപുവിനെ ആ പെണ്ണിനെയും കൊണ്ട് കിളവന്മാരിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരുടെ കല്യാണവും നടത്തും. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. എന്റെ പെങ്ങളുടെ ജീവിതമോ തകർത്തു. ഇനി അനിയന്റെ ഭാവി കൂടി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ അത്ര ആൾബലമുണ്ടോ? പണമുണ്ടോ? പിന്നെ എങ്ങനെ എതിർക്കും? അവനെ ഒന്ന് കൊന്നു തരാമോ? കുറ്റം ഞാൻ ഏറ്റോളാം. എന്ത് ശിക്ഷ അനുഭവിച്ചോളാം. എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരണ്ട ഞാനില്ല, മീരെ. അവളെയാ നിങ്ങൾ വേദനിപ്പിച്ചത്. അയ്യേ, എന്തിനാണോ കൊച്ചുകുട്ടികളെ പോലെ കരയണേ? അല്പം വൈകിയാണെങ്കിലും തനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി സമയം കളയണ്ട, വണ്ടി കയറ്. എല്ലാരും വണ്ടി കയറ്. അവരൊക്കെ ഇവിടെ? ചേച്ചിക്ക് വീണ്ടും തലച്ചുറ്റൽ വന്നു. അമ്മയും അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. നമുക്കെന്നാ ഹോസ്പിറ്റലിലേക്ക് പോവാം. മീര ഗർഭിണിയാണെന്ന് ഞാനന്ന് കള്ളം പറഞ്ഞതാ. മനഃപൂർവ്വം അല്ല കേട്ടോ, നരേന്ദ്രൻ എന്നെ കൊണ്ട് പറയിച്ചതാ. മീര ഇല്ലാണ്ട് നരേന്ദ്രന് ജീവിക്കാനാവില്ല.
അത് നല്ലോണം മനസ്സിലാക്കിയതുകൊണ്ടാ നരേന്ദ്രന് വേണ്ടി കള്ളം പറയാൻ ഞാൻ തയ്യാറായത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കള്ളം ഞാൻ പറയേണ്ടിയിരുന്നില്ല. അന്നേ ഈശ്വരൻ അനുഗ്രഹിച്ചിരുന്നു. മീര ഗർഭിണിയായിരുന്നു. നരേന്ദ്രനെ കണ്ടു? കാണില്ല. ഇനി അവൻ ആരും കാണില്ല. അവന്റെ ശല്യം ഇന്നത്തോടെ തീരും. അച്ഛനല്ലേ പറഞ്ഞത് ഞാൻ കുടുംബം നോക്കാത്തവനാണ്, വീടിന് ഉപകാരമില്ലാത്ത തെണ്ടിയാണെന്നൊക്കെ. അതിന് ദേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാനൊരു നല്ല കാര്യം ചെയ്തു. ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? ആ, സത്യമാണ് അച്ഛാ. ആ, ഇവിടെ നിർത്ത്. അച്ഛാ, അവരോട് നിൽക്കുന്നു. അവനേതായാലും ഹോസ്പിറ്റൽ വരാതിരിക്കില്ല. ഇവിടെ എത്തുമ്പോ ഞങ്ങൾ അവനെ പൊക്കും. അവന്റെ ജീവൻ എനിക്ക് വേണം. ബോഡി നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. അവന്റെ ജീവനെടുക്കാൻ താനാരാ? കാലന്റെ അനന്തരുവനോ? എന്റെ അച്ഛനാ വേലുക്കുറുപ്പ്. ഞങ്ങളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ പരിഹരിക്കാൻ നിന്നെ പോലുള്ള ഏർപ്പാടുകളുടെ സഹായം ആവശ്യമില്ല. മനസ്സിലായടാ? കിളവാ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. എന്നെ മര്യാദ കൊടുപ്പിക്കാൻ നീ ആരാ? ഊപ്പ അടി ഓടിക്കോ അച്ഛാ, പിടിക്കണോ? അച്ഛന്റെ പറയാ വെക്കോ. അയ്യോ, എന്നെ രക്ഷിക്കളിയാ. വെടിവെക്കാൻ വരട്ടെ പറയും. ശരി, നീ വന്നത് നന്നായി. നിന്നെ ഒന്ന് തലോടാൻ കൊതിച്ചിരിക്കുകയായിരുന്നില്ലടാ ഞാൻ. അതേടാ, രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത്. രണ്ടിനാണെങ്കിൽ പോയിരിക്കടാ. അതെ, വെറുതെ പരിസരം വൃത്തിയുണ്ടാക്കണേ. നിനക്ക് നിന്റെ ജീവൻ വേണ്ടി അതും കൊണ്ടുപോടാ. ഇല്ലല്ലേ? ഇങ്ങോട്ട് വിട്ടേ. പിടിക്കാം. എടുത്തോണ്ട് പോയി കളയടാ. അത് ഞാൻ ഏറ്റുപോയി. ഇങ്ങോട്ട്
ഇത്രയും വലിയ തടിയ ഇത്ര അനുസരണയോടെ എന്റെ മുമ്പ് നിൽക്കൂന്ന് ഈ ജമ്മത്ത് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, നിങ്ങളൊക്കെ എനിക്ക് എന്നും സ്വന്തമാ. ഇനി എന്റെ വീട്ടിലേക്ക് എല്ലാരും വരണം, കൂടണം. അത് മാത്രം വേണ്ട, ഇനി എല്ലാരും കൂടി വരുന്ന പ്രശ്നമേ ഇല്ല. ഇനി ഞങ്ങള് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ വരാം. ഒരു ദിവസമൊക്കെ താമസിക്കുകയും ചെയ്യാം. അയ്യോ പതുക്കെ, ഈ സമയത്ത് അനങ്ങാൻ പാടില്ല. ഏയ്, അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. തൽക്കാലം നീ അനങ്ങിക്കൂടി. അല്ല, ഇത് ഇന്ന് ഡോക്ടർ പറഞ്ഞതാ, അനങ്ങരുതെന്ന്. കള്ള, അപ്പൊ നീ അറിഞ്ഞില്ലേ? സംഗതി കാര്യായി. എടാ കൊച്ചുകുറുപ്പെ, നിനക്കൊരു കുഞ്ഞുകുറുപ്പ് വരാൻ പോണൂന്ന്. എന്നാൽ ഇനി അനങ്ങേ വേണ്ട.